സന്തോഷം, അതിയായ സന്തോഷം. ഇതുപോലുള്ള വിജയങ്ങൾ ആഘോഷിക്കുമ്പോൾ അതിൽ പങ്കെടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ അതിയായ സന്തോഷം തരുന്ന കാര്യമാണ്. കാര്യം കേരളത്തിലെ സിനിമ ചലിക്കുന്നത് വിജയങ്ങൾ ഉണ്ടാകുമ്പോഴാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സിനിമ തിയേറ്റേഴ്സുകളായാലും നമുക്കും കുറച്ച് തിയേറ്റേഴ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ സിനിമയും ഇറങ്ങുന്ന സമയത്ത് വലിയ പ്രാർത്ഥനയോടെയാണ് നോക്കിയിരിക്കുന്നത്. ദൈവമേ ഭയങ്കരമായിട്ട് വിജയിക്കണമേ എന്ന് എല്ലാ ദിവസവും ഓരോ സിനിമ വരുമ്പോഴും പ്രാർത്ഥിക്കും. അപ്പോൾ ARM അതിയായ വിജയം സമ്മാനിച്ച ഒരു ചിത്രമാണ് ജിതിൻ. എല്ലാം കൊണ്ടും വിജയങ്ങളുടെ ഫോർമുല മനസ്സിലാക്കിയ ഒരു സംവിധായകനാണ്. അത് അതിയായ സന്തോഷം തരുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ലിസ്റ്റിൻ നിർമ്മിച്ച ചിത്രം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരാളുടെ സിനിമ എന്ന പ്രത്യേകതയും ARMനുണ്ട്. ഈ സിനിമയിൽ സഹകരിച്ച ഓരോരുത്തർക്കും എല്ലാ സ്നേഹവും അറിയിക്കുന്നു. മുൻപോട്ടും ഇതുപോലുള്ള വിജയങ്ങൾ ഈ ഗ്രൂപ്പിൽ നിന്നുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ടൊവിനോയ്ക്കും ബേസിലിനും അതുപോലെ ഈ സിനിമയിൽ സഹകരിച്ച എല്ലാവരെയും ഈ സമയം സ്നേഹത്തോടെ ഓർക്കുന്നു. നന്ദി, നമസ്കാരം. ആന്റണി ചേട്ടനുള്ള മൊമെന്റോ നൽകാനായിട്ട് ബ്ലെസ്സി സാറിനെ ഒരിക്കൽ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആന്റണിയുടെ ഒരു കാര്യം ചോദിക്കാനുള്ളായിരുന്നു. എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, എമ്പുരാന്റെ റിലീസിന് തൊട്ട് മുമ്പ് ഇനി ലൂസിഫർ വീണ്ടും ഇറങ്ങാൻ ചാൻസ് ഉണ്ടോ? ഒരു ആഗ്രഹമുണ്ട്. അത് ഒന്ന് റിലീസ് ചെയ്തിട്ട് ഒന്നുകൂടി തിയേറ്ററിൽ 2 ആഴ്ച എല്ലാവരും വന്നൊന്ന് കണ്ട് അത് കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ട്. ശരിക്കും തീരുമാനിച്ചിട്ടുണ്ട്. കാണണ്ടേ എമ്പുരാന് മുമ്പ് ലൂസിഫർ? ഞാനൊരു സാഹസികമായ ഒരു യാത്ര തുടങ്ങി വെച്ച് വന്നിരിക്കുകയാണ്. വേറൊന്നുമല്ല, ഇന്ന് പുതിയ സിനിമ ഞാനും സണ്ണി വെയിനൊക്കെ അഭിനയിക്കുന്ന സാഹസം എന്ന് പറഞ്ഞ പുതിയ സിനിമ ഷൂട്ടിംഗ് ആരംഭിച്ചു. ഇന്ന് തന്നെ വൈകിട്ട് ഒരു വലിയ സിനിമയുടെ വിജയാഘോഷത്തിൽ ഞാൻ പങ്കെടുക്കുന്നു. സത്യം പറഞ്ഞാൽ ഒരു നല്ല നിമിത്തമായിട്ട് ഞാനിതിനെ കാണുന്നു. താങ്ക് യു ലിസ്റ്റിൻ ഫോർ ഇൻവൈറ്റിംഗ് മീ. ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, ലിസ്റ്റിൻ പ്രിയ സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ബിസിനസ് പരമായി വിജയിച്ച സിനിമകളും കലാമൂല്യമായ സിനിമകളും എത്രയോ സിനിമകൾ. പക്ഷേ ഈ സിനിമ ഇത് എടുത്തു പറയേണ്ട ഒരു സിനിമയാണ്. കാരണം നവാഗതനായ ഒരു സംവിധായകൻ ഇത്രയും വലിയ ബഡ്ജറ്റ് ഒതുങ്ങുന്ന ഒരു സിനിമ അദ്ദേഹത്തിൻ്റെ റൈറ്റേഴ്സിൻ്റെ കൂടെ എടുത്തു വരുന്നു. അദ്ദേഹത്തിൻ്റെ വിഷൻ കണ്ട് മനസ്സിലാക്കി അത് സ്വീകരിച്ച് അത് ചെയ്യാമെന്ന് ടൊവിനോ സമ്മതിക്കുന്നു. ആൻഡ് ടൊവിനോ ഗിവ്സ് ഹിസ് ബെസ്റ്റ് ഷോട്ട്. ടൊവിനോവിൻ്റെ ദ മണിയൻ ക്യാരക്ടർ അത് എന്നും മലയാളികളുടെ മനസ്സിൽ എന്നും നിൽക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ മനസ്സിൽ എന്നുണ്ട്. ആൻഡ് സോ ഇങ്ങനെ ഒരു വലിയൊരു വിഷനോട് കൂടി വന്ന ഒരു സംവിധായകനും അതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നായകനും ഇതിൻ്റെ കൂടെ ഇറ്റ് ഹാസ് ടു ഹാപ്പൻ എന്ന് വിശ്വസിച്ച് ലിസ്റ്റിൻ സ്റ്റീഫൻ ആൻഡ് ഡോക്ടർ സക്കറിയ, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇത്രയും ഇൻ്റലിജൻറ്റും ഇത്രയും ഒരു കാഴ്ചപ്പാടുമുള്ള പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാകുമ്പോഴാണ് ഇത്രയും വലിയ വിജയങ്ങൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്നത്. സോ ഹാറ്റ്സ് ഓഫ് ടു ദ ഹോൾ ടീം ആൻഡ് ഐ എം സോ ഹാപ്പി ടു ബി ഹിയർ. ലിസ്റ്റിൻ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. പക്ഷേ നിങ്ങൾ ഇതുവരെ സിനിമ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ലിസ്റ്റിൻ്റെ ഒരു സിനിമയിൽ ഇതുപോലെ സക്സസ് പാർട്ടിയിൽ എനിക്കും ഇതുപോലെ ഒരു മൊമെൻറ്റ് വാങ്ങാൻ ഇടവരട്ടെ. Anyways, thank you all and thank you for inviting me. Wishing you all the very best. Thank you.